എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്രസിനെ ലൈൻ ചെയ്യുന്നത്, അതായത് ഓരോ മാസവും പീരീഡ്സ് വരുമ്പം ബ്ലഡ് വരുമല്ലോ, അതവിടെ ഷെഡിങ്, അതൊരു ക്ലീനിങ് അപ്പ് ആണ് ഓരോ മാസവും ചെയ്യുന്നത്. അപ്പോൾ ആ എൻഡോമെട്രി എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ക്യാവിറ്റിയിൽ ലൈനിങ് പുറത്ത്, യൂട്രസിൻ്റെ പുറത്ത്, ഓവറിയുടെ ചുറ്റും അല്ലെങ്കിൽ യൂട്രസിൻ്റെ പുറത്തും ഒക്കെ ഒരു വളരുന്നൊരു സിറ്റുവേഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയോസിസിനകത്ത് ഒരു തരം ക്യാൻസർ വരാം, അത് ഓവർക്കകത്തും ഒക്കെ വരാം. അത് അഡനോകാർസിനോമ ടൈപ്പാണ് വരുന്നത്. അത് വേറൊരു ടൈപ്പാണ്. എൻഡോമെട്രിയോസിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ മാസവും പീരീഡ്സ് വരുന്നതിനകത്ത് ഈ ഉള്ളിലും ബ്ലീഡിങ് വരും, എന്നിട്ട് അതൊരു സിസ്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഓവറിയൻ ക്യാൻസർ വരാനുള്ള ചാൻസും ഉണ്ട്, യൂട്രൈൻ ക്യാൻസർ. ഇവരെല്ലാം ഇൻഫെർട്ടിലിറ്റി ഉള്ളവരും കൂടെ ആയിരിക്കാം. അവരുടെ വന്ധ്യത, എല്ലാവർക്കും വന്ധ്യത ഉണ്ടാകണമെന്നില്ല. നമ്മൾ ഇന്നത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എഴുതി ചിലപ്പോൾ കുട്ടികളുണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും അങ്ങനെയുള്ളവർക്ക് ഈ ഫൈബ്രോയിഡ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഒപ്പം തന്നെ അഡനോമയോസിസ് എന്ന് പറഞ്ഞ് വേറൊരു, ഈ മസിലിനകത്ത് തന്നെ ഈ എൻഡോമെട്രിയം വളരുന്ന ഒരു കണ്ടീഷനുണ്ട്. ഇതൊക്കെ പെൽവിക് പെയിനും മറ്റു പലതരം ഡിസ്കംഫർട്ടുകളും ഉണ്ടാക്കും. പിന്നെ ഇതിനകത്ത് ഈ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ക്യാൻസർ വരാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഇന്ന് ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ ചാൻസ് കൂടുതലുണ്ടെങ്കിൽ CA-125 എന്ന് പറയുന്ന ഒരു ട്യൂമർ മാർക്കറുണ്ട്. അത് ഓവറിയൻ ക്യാൻസറിനും എൻഡോമെട്രിയൽ ക്യാൻസറിനും ഒക്കെ ഒരു മാർക്കറായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനകത്ത് നോർമലാണെന്ന് എഴുതി 100% അവിടെ ചേഞ്ച് വരുന്നില്ല. ഒരു ചിലർക്കൊക്കെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഇത് വരും. അപ്പം നമ്മൾ ഈ CA-125 ഒക്കെ നമ്മൾ നോക്കിയിട്ട് ടെൻഷൻ അടിക്കുക എന്നുള്ളതല്ല. അത് ഇച്ചിരി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസറിലേക്ക് പോകാനുള്ള നമ്മുടെ ജീവിതശൈലി തെറ്റിയിരിക്കുകയാണ്. ജീവിതശൈലി കറക്റ്റാക്കിയാൽ ഈ CA-125 ഒക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. ഇടയ്ക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക, CA-125 നോക്കുക. അപ്പം നമുക്ക് ഓവറിയിൽ സിസ്റ്റ് ഉണ്ടോ, ഓവറിയിൽ എന്തെങ്കിലും മുഴകളുണ്ടോ, യൂട്രസിൽ എന്തെങ്കിലും മുഴയുണ്ടോ, അത് ബിനൈൻ ആണെങ്കിലും ക്യാൻസറസിന് ഉള്ള ചാൻസ് വളരെ കുറവാണ്. കൂടുതലും ബിനൈൻ, അതായത് ക്യാൻസർ അല്ലാത്തതാണ്. അപ്പോൾ ക്യാൻസർ അല്ലാത്തത് വരുമ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞിരിക്കുകയല്ല. ക്യാൻസർ അല്ലാത്തതിനെ കണ്ടുപിടിച്ചാൽ തന്നെ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത്, പിന്നെ ഈ ട്യൂമർ മാർക്കറും അൾട്രാസൗണ്ടും നോക്കി അതിനെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകാതെ നമ്മൾ നോക്കുക. അത് വെറുതെ പാസീവ് വെയിറ്റിംഗ് ആവരുത്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനായിട്ട്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.